السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ പേരിലുള്ള നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ അടിമകളായ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ, ഒന്ന് അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അടിയുറച്ച വിശ്വാസം വളർത്തിയെടുക്കുക എന്നത്, രണ്ടാമത്തേത് അന്ത്യദിനത്തിൽ, പരലോക ജീവിതത്തിൽ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഈ രണ്ട് വിശ്വാസത്തെ അടിസ്ഥാനപരമായി അടിമകളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിശുദ്ധ ഖുർആനിന്റെ അധിക ഭാഗങ്ങളും സംസാരിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ തറാവീഹ് നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നുമുള്ള ചില അധ്യായങ്ങൾ പാരായണം ചെയ്തു കേട്ടു. ആ വചനങ്ങൾ ഓതിക്കേട്ടപ്പോൾ അതിലൂടെ അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് പറഞ്ഞുകൊടുക്കുന്ന, അടിമകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് മനസ്സിൽ തോന്നി. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗം, അതിനുശേഷം സൂറത്തുർ റഅദ് എന്ന പേരിലുള്ള അധ്യായം പൂർണ്ണമായും, അത് കഴിഞ്ഞ് സൂറത്ത് ഇബ്രാഹിം, ഈ മൂന്ന് അധ്യായങ്ങളാണ്, സൂറത്തുകളാണ് ഇന്നലെ നമസ്കാരത്തിൽ ഓതിക്കേട്ടത്. ഇത് മൂന്നിലുമായി അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ വിഷയങ്ങളൊക്കെ അടിമകളെ കേൾപ്പിക്കുന്നുണ്ട്.
ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പിൻബലത്തോടുകൂടി ചിലപ്പോൾ അള്ളാഹു അവൻ പറയാനുദ്ദേശിക്കുന്ന വിഷയങ്ങൾ അടിമകളോട് സംവദിക്കുന്നു. മറ്റ് ചിലപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുക്തിപരമായി വിഷയങ്ങളെ സംഗ്രഹിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ ചില വശങ്ങളിലൂടെ അള്ളാഹു അവന്റെ വസ്തുതകളെ സമൂഹത്തിന് അടിമകൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഓതി നിർത്തിയപ്പോൾ അവസാനത്തെ റക്അത്തിൽ അവസാനത്തെ ഖുർആനിക വചനം ഹാദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറൂ ബിഹി ഹാദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹു വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ് എന്ന വചനത്തിലാണ് അവസാനിച്ചത്. അത് ഓതിയപ്പോഴാണ് ഈ വിഷയം ഇന്ന് താലീമിൽ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് മനസ്സിൽ തോന്നിയതും. ഹാദാ ബലാഗുൽ ലിന്നാസ്, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ അഥവാ പരിശുദ്ധ ഖുർആനിന്റെ 2-3 സൂറത്തുകളിലായി എന്റെ അടിമകളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഈ ആയാത്തുകൾ, ഈ വചനങ്ങളൊക്കെ ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. എന്തിനാണ് ജനങ്ങൾക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്? ലിയുൻദിറൂ ബിഹി, അതിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അവരെ ജാഗ്രതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒപ്പം വലിയ അലമു അന്നമാ ഹുവ ഇലാഹു വാഹിദ്, അവരുടെ ഇലാഹ്, അവരുടെ റബ്ബ്, അവരുടെ പടച്ചവൻ, അവരുടെ രക്ഷിതാവ് ഏകനാണ് എന്ന വസ്തുതയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുമാണ്. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ഈ വചനങ്ങളൊക്കെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ ബുദ്ധിയുള്ള ജനത പാഠം ഉൾക്കൊള്ളുന്നതാണ്, ഗുണപാഠം സിദ്ധിക്കുന്നതുമാണ്. ഹാദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹു വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഓതിയ വിശുദ്ധ വാക്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ എത്തിച്ചു കൊടുക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരുതരം ഇൻദാറുണ്ടാകണം. അള്ളാഹുവിന്റെ താക്കീദിനെ സംബന്ധിച്ചിട്ട് ശ്രദ്ധയുണ്ടാവുകയും തങ്ങളുടെ ജീവിതത്തെ അവന്റെ പൊരുത്തത്തിനനുസൃതമായ നിലയിൽ കരുപ്പിടിപ്പിക്കാനുള്ള ജാഗ്രത അവരിൽ കൈവരിക്കാൻ കഴിയുകയും വേണം. മൂന്നാമതായി അവരുടെ ഇലാഹ് ഏകനായ അള്ളാഹുവാണ് എന്ന അടിയുറച്ച വിശ്വാസത്തിലേക്കും ആ സത്യസന്ദേശത്തിലേക്കും അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ കഴിയണം. അവസാനമായി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ പ്രായോഗികമായ ചിന്താശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജാതിരാജനായ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് പഠിച്ചു മനസ്സിലാക്കി പാഠം ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറാകണം. ഈ 4 കാര്യങ്ങൾ അനുഷ്ഠിക്കാനാണ് ഖുർആനിക വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നത്, നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വെറുതെ റമദാൻ മാസത്തിൽ തറാവീഹ് നമസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും കേൾക്കുന്നതും ഒരു പുണ്യം കിട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാകുകയല്ല, മറിച്ച് ഈ തരത്തിൽ ആ ഖുർആനിക വചനങ്ങൾ നമ്മെ എന്താണോ ഉത്ബോധിപ്പിക്കുന്നത്, നമ്മളിൽ നിന്നും എന്താണോ തേടുന്നത്, അത് നമ്മളിൽ പ്രായോഗികമായി പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമവും കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ അടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ ഇന്നലെ കേട്ട വിശുദ്ധ വാക്യങ്ങളുടെ ഏകദേശ സാരം അറിയുകയും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് എന്ന് തോന്നുന്നു. സൂറത്ത് യൂസുഫിന്റെ ചരിത്രപരമായ പശ്ചാത്തലം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അത് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നാൽ ഒരുപക്ഷെ ബാക്കി പറഞ്ഞ വിഷയങ്ങൾ പറയാൻ നമുക്ക് സാധിക്കുകയില്ല. സൂറത്ത് യൂസുഫിന് ശേഷം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും നമുക്ക് മുമ്പാകെ ഓതപ്പെട്ടത് സൂറത്തുർ റഅദ് എന്ന അധ്യായമാണ്. സൂറത്തുർ റഅദ്, റഅദ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് അതിന്റെ അർത്ഥം. മിന്നറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ഭുതകരമായ അള്ളാഹുവിന്റെ ഒരു ഖുദ്റത്തിന്റെ പ്രകടനമാണത്. പ്രകൃതിയിൽ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണത്. ആ മിന്നിനെ സംബന്ധിച്ചിട്ടും അതിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്രീയ വശങ്ങളെ സംബന്ധിച്ചിട്ടും ഒപ്പം അള്ളാഹുവിന്റെ അജയ്യമായ ഖുദ്റത്തുകളെ സംബന്ധിച്ചിട്ടുമൊക്കെ
മറ്റു പലതും പറഞ്ഞ കൂട്ടത്തിൽ ഈ അധ്യായത്തിന്റെ മധ്യത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് കൊണ്ടാണ് അതിനെ ആധാരമാക്കിക്കൊണ്ട് ഈ സൂറത്തിന് സൂറത്തുർ റഅദ് എന്ന് പേരിട്ടിരിക്കുന്നത്. അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബ് والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون الله الذي رفع السماوات بغير عمد ترونها وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لقوم يوقنون وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها من كل الزوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. സൂറത്ത് റഅദിന്റെ ആദ്യത്തെ ചില വരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തുകളെയും അവന്റെ സൃഷ്ടിജാലങ്ങളിൽ ചെലുത്തിയിരിക്കുന്ന ശക്തി വൈഭവത്തെയും നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതിലേക്ക് നമ്മളുടെ ബുദ്ധിയെ ക്ഷണിക്കുകയാണ് അല്ലാഹു തആല. അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബ്. അല്ലാഹു അപാരമായ നിലയിൽ, അജയ്യമായ നിലയിൽ അവന്റെ അടിമകൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചിട്ട്, അതിൽ അടങ്ങിയിരിക്കുന്ന വൃത്താന്തങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും സംബന്ധിച്ചിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്നു. തിൽക ആയാതുൽ കിതാബ്, ഇതൊരു അപാരമായ ഗ്രന്ഥമാണ്, ഗ്രന്ഥവരിയാണ്. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്, നിന്റെ രക്ഷിതാവിന്റെ സന്നിധിയിൽ നിന്നും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും നിനക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥവരികളൊക്കെ തന്നെ തീർച്ചയായും അത് ഹക്കാണ്, അത് സത്യസന്ധമാണ്. അത് സാങ്കല്പികമായ നിലയിൽ പറഞ്ഞൊപ്പിക്കുന്ന കാവ്യവാക്കുകളല്ല, വചനങ്ങളല്ല, വരികളല്ല, ആ തരത്തിൽ മെനഞ്ഞുണ്ടാക്കിയ സാഹിത്യ കൃതികളല്ല, അങ്ങനെ സാധാരണ നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു രചനയല്ല. മറിച്ച് ഇത് രാജാതിരാജനായ രക്ഷിതാവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ അടിമകളുടെ മനസ്സും വപസ്സുമൊക്കെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി അവൻ അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വാക്യമാണ്, വചനമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യുമിനൂൻ, പക്ഷെ ജനങ്ങളിൽ അധിക പേരും അതിനെ ഉൾക്കൊള്ളുന്നില്ല, അതിനെ വിശ്വസിക്കുന്നില്ല. അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. ഇനി നിങ്ങൾക്ക് അല്ലാഹു ആരാണ് എന്ന് പറഞ്ഞു തരാം. അല്ലാഹു അവൻ ആരാണെന്നറിയുമോ? അല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, ഈ കാണുന്ന ആകാശത്തെ, എത്ര വിസ്തൃതമായ ആകാശമാണ് നിങ്ങൾക്ക് മീതെ കാണപ്പെടുന്നത്. ഈ കാണുന്ന ആകാശത്തെ അവൻ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ചില തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ഇതിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. അഥവാ ഈ കാണുന്ന ആകാശത്തെ, വാനലോകത്തെ ഈ നിലയിൽ ഒരു മേൽക്കൂര പോലെ ഉയർത്തി നിർത്തിയിരിക്കുന്നവനായ നാഥൻ, അതിൽ പുലർത്തിയിരിക്കുന്ന അവന്റെ അജയ്യമായ ശക്തിയെ സംബന്ധിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതിനൊരു തൂണും പോലുമില്ല. സാധാരണഗതിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മേൽക്കൂര പണിയുമ്പോൾ അതിനെ താങ്ങി നിർത്തുന്നതിന് ശാസ്ത്രീയമായ ചില കണക്കുകളുണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര മീറ്ററിന്റെ ഉള്ളിൽ ഒരു തൂണ് നിർബന്ധമായും നൽകപ്പെടണമെന്നത് ഒരു നിർബന്ധമായ തിയറിയാണ്. അഥവാ ഒരു പരിധിവരെ നമുക്ക് തൂണില്ലാതെ ഏതെങ്കിലും ഒരു മേൽക്കൂര നിർത്താൻ സാധിക്കുമെങ്കിൽ
അതിന് തലങ്ങും വിലങ്ങും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ചില താങ്ങുണ്ടാകേണ്ടത് നിർബന്ധമാണ്. ഒരു ചെറിയൊരു സ്പാൻ നിർമ്മിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിർമ്മിതിയുടെ തത്വശാസ്ത്രത്തെ ഉപയോഗിക്കാൻ മനുഷ്യക്കുഞ്ഞുങ്ങൾ നിർബന്ധിതരാകുമ്പോൾ അവരൊന്ന് കണ്ണു തുറന്നു നോക്കട്ടെ. അവർക്ക് മീതെ ഇങ്ങനെ വിശാലമായി പണിതുയർത്തിയിരിക്കുന്ന ഈ നീലാകാശം ഇതിനെ ആരാണ് താങ്ങി നിർത്തിയത്? ഒരു തൂണുമില്ലാത്ത തരത്തിൽ ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ങി നിർത്തിയപ്പോൾ എന്തേ നിങ്ങൾ അവന്റെ തത്വദീക്ഷയെ സംബന്ധിച്ചിട്ട് ആലോചിക്കാത്തത്? ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. ഒപ്പം അല്ലാഹു തആല ശാസ്ത്രീയമായ മറ്റൊരു സത്യത്തിലേക്ക് കൂടി നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് പടച്ചവൻ പറയുന്നു, ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചില തൂണുകളിന്മേലാണ് ഞാൻ ഇതിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ ഗവേഷകന്മാര് നമുക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാശം ഇങ്ങനെ ഉയർത്തി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ആകർഷണ ബലം എന്ന മനുഷ്യ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു തരം തൂണിന്റെ മേലെയാണ് അല്ലാഹു തആല ഈ ആകാശത്തെ നിലനിർത്തിയിരിക്കുന്നത്. ആ ആകർഷണ ബലമാണ് ആകാശത്തെ ഈ നിലയിൽ പിടിച്ചു നിർത്തുന്നത്. അതൊരു തൂണാണെങ്കിൽ ആ തൂണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ ഉയർത്തി നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എന്തേ നിങ്ങൾ അതിന്റെ ഖുദ്റത്തിനെ കുറിച്ചിട്ട് ആലോചിക്കാത്തത്? അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വസഖറ അശ്ശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ. വസഖറ അശ്ശംസ വൽ ഖമർ, ആകാശത്തെ മാത്രമല്ല, അവനാണ് ഈ ചന്ദ്രനെയും സൂര്യനെയും കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നത്. സൂര്യൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉദിക്കുന്നത്. സൂര്യന്റെ ഉദയം കൃത്യമായ നിലയിൽ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രഭാതത്തിലും കിഴക്കേ ചക്രവാളത്തിൽ ഉദയം കൊള്ളുകയും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അതിന്റെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിച്ച് അങ്ങകലെ വൈകുന്നേരമാകുമ്പോൾ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കൃത്യമായ ഒരളവിന്റെ ഉള്ളിൽ ഒതുങ്ങി അവൻ നിശ്ചയിച്ചിരിക്കുന്ന ആ കാലത്തിന്റെ ഉള്ളിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ട് ഇതൊക്കെ അവൻ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന അവന്റെ പ്രതിഭാസമാണ്, അവന്റെ സൃഷ്ടി വൈഭവമാണ്, അവന്റെ സൃഷ്ടിജാലങ്ങളാണ്, അവന്റെ മഖ്ലൂഖുകളാണ്. വസഖറ അശ്ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ അള്ളാഹുവാണ് കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു കൃത്യമായ കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം അള്ളാഹു നിലനിർത്തിയിരിക്കുന്ന പ്രതിഭാസവുമാണ്. പടച്ചവൻ തീരുമാനിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും അതിന്റെ താളം പിഴയ്ക്കുകയും അതിനൊക്കെ തകിടം മറിക്കുകയും തരിപ്പണമാക്കപ്പെടുകയും ചെയ്യാം. യജ്രീലി അജലി മുസമ്മ, കൃത്യമായ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം അത് അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് ഇതിനെ ഇങ്ങനെ ആക്കിയത്? അള്ളാഹുവാണ്. അള്ളാഹു യുദബ്ബിറുൽ അംറ യുഫസ്സിറുൽ ആയാതി ലിഖൗമി യൂഖിനൂൻ. ഇതുപോലെ മറ്റെല്ലാ കാര്യങ്ങളെയും അവനാണ് ക്രമപ്രബദ്ധമായ നിലയിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവാണ് യുദബ്ബിറുൽ അംറ, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നവൻ. എല്ലാ കാര്യങ്ങളെയും, ആകാശത്തിന്റേതാകട്ടെ, ഭൂമിയുടേതാകട്ടെ, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളുടേതാകട്ടെ, അതിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളുടേതാകട്ടെ, മനുഷ്യരുടെയും ജിന്നുകളുടെയും ജന്തുജാലങ്ങളുടെയും സസ്യലതാദികളുടെയും എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളെയും അവനാണ് കൃത്യമായ നിലയിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിന്റെയും ഷെഡ്യൂള് അവന്റെ ഭാഗത്തു നിന്നാണ് ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നത്, സൃഷ്ടികൾക്കായി സമർപ്പിക്കപ്പെടുന്നത്. ഒക്കെ അവനാണ് നിയന്ത്രിക്കുന്നത്. യുദബ്ബിറുൽ അംറ യുഫസ്സിറുൽ ആയാതി ലിഖൗമി യൂഖിനൂൻ. വിശ്വസിക്കാൻ സന്നദ്ധരായ വിഭാഗത്തിന് മനസ്സിലാകുന്ന തരത്തിൽ ഇതാ ഈ ആയാത്തുകളൊക്കെ അവൻ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഗവേഷണം ചെയ്യാം, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്ക് ഇതിനൊക്കെ വിധേയമാക്കാം. ആളുകൾ അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അത്ഭുതകരമായ വിജ്ഞാനത്തിന്റെ ആ വിശാലമായ വിഭവങ്ങളിലൂടെ നമുക്ക് ഇതിനൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നവനായ പടച്ചവനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ലഭിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര കഴിവുറ്റവനാണ്. അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര കഴിവുറ്റവനാണ് എന്നറിയാതെ നമ്മൾ പറഞ്ഞു പോകുമാറ് പടച്ചവന്റെ വിപുലമായ വിശാലമായ ഖുദ്റത്തുകളെ സംബന്ധിച്ച് നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആരാണ് എന്ന് അവൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അള്ളാഹു ആരാണ് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് പടച്ചവൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. സൂറത്തുർ റഅദിന്റെ ആദ്യത്തെ വരികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ പൊതുവായ ഖുദ്റത്ത്, ഇനിയുമുണ്ട് ചില വചനങ്ങൾ. വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറാ വമിൻ കുല്ലി ثمرات ജഅല ഫീഹാ സൗജൈൻ ഇസ്നൈൻ യുഗ്ശിൽ ലൈല അൻ-നഹാർ
ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ വഹുവല്ലദീ മദ്ദൽ അർള് വജഅല ഫീഹാ റവാസിയ വഅൻഹാറാ. അവനാണ് നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ ഇങ്ങനെ നീളത്തിൽ അടിച്ച് പരത്തി നിങ്ങൾക്ക് വാസയോഗ്യമായ നിലയിൽ അനുവദിച്ചു തന്നിരിക്കുന്നത്. മദ്ദൽ അർള, ഭൂമിയെ ഇങ്ങനെ നിരപ്പാക്കിയവൻ അവനാണ് എന്ന് പറഞ്ഞാൽ ഭൂമി സ്വമേധയാ ഒരു ഗോളാകൃതിയിലുള്ള ഗ്രഹമാണ്. ആ ഗോളം അതിന്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പന്തിന്റെ രൂപത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ മീതെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുക? സാധിക്കൂലല്ലോ. ഒരു പന്തിന്റെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പന്തിന്റെ മീതെ ഒരാൾ കയറി നിൽക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. അത് സാധാരണ പന്തിന്റെ വേഗതയിലല്ല, എത്രയോ കിലോമീറ്റർ കണക്കിന് മൈല് കണക്കിന് വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗോളാകൃതിയിലുള്ള ഒരു ഗ്രഹത്തിന്റെ മീതെ നിങ്ങൾക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അങ്ങനെ നിൽക്കാനായി നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല അതിന്റെ ഉപരിതലത്തെ മദ്ദൽ അർള, അതിനെ ഇങ്ങനെ അടിച്ചു നീട്ടി, വിശുദ്ധ ഖുർആൻ പറയുന്നു, അതിനെ ഇങ്ങനെ അടിച്ചു പരത്തി നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നു അല്ലാഹു. അത് അല്ലാഹു മാത്രമാണ്, അത് മറ്റൊരാളെ കൊണ്ടും ചെയ്യാൻ കഴിയുന്നതല്ല. വജഅല ഫീഹാ റവാസിയ വഅൻഹാറാ വജഅല ഫീഹാ റവാസിയ വഅൻഹാറാ. ആ ഭൂമിയെ ക്രമമായ നിലയിൽ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ തരത്തിൽ അങ്ങിങ്ങായി ചില മലകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുത്തി നിർത്തുകയും ചെയ്തു. മലകളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഖുർആനിന്റെ മറ്റു പദങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് പോലെ ഔതാദായിട്ടാണ്. ഔതാദ് എന്ന് പറഞ്ഞാൽ ആണിയടിക്കുന്നത് പോലെ. എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് നമുക്ക് ഉറപ്പിക്കണമെന്ന് തോന്നിയാൽ അതിനുപയോഗിക്കാറുള്ള ഒരു മാധ്യമം ആണിയാണ്. അങ്ങനെ ഭൂമി അല്ലാഹു തആല ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആണിയായ നിലയിൽ മലകളെ, പർവ്വതങ്ങളെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ആ ഭൂമിക്ക് ആവശ്യമായ നനവും കുളിർമയും ലഭിക്കുന്നതിന് വേണ്ടി അങ്ങിങ്ങായി അള്ളാഹു അവന്റെ നിശ്ചയപ്രകാരം അവന്റേതായ ഡിസൈനിങ്ങിൽ ഒരുപാട് നദികളെ ഒഴുക്കിയിരിക്കുന്നു. അൻഹാറ, നദികളെ ഒഴുക്കിയിരിക്കുന്നു. ഇങ്ങനെ കാണാൻ രസകരമായ, അനുഭവിക്കാൻ സുന്ദരമായി തോന്നുന്ന ഈ ഭൂമിയെ നദികളിലൂടെയും അതുപോലെ മലകളിലൂടെയും പർവ്വതങ്ങളിലൂടെയും ഒക്കെ അലങ്കൃതമാക്കി നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നവൻ അവനാണ് അല്ലാഹു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇതൊക്കെ, ഈ ആയാത്തുകളൊക്കെ അല്ലാഹു വിശദീകരിക്കുമ്പോൾ ചിന്താശക്തിയുള്ള, ആലോചനാശേഷിയുള്ള, അല്പമെങ്കിലും അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അടിയാറുകൾക്ക് ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും പാഠം ഉൾക്കൊള്ളാൻ തൗഫീഖ് തരുമാറാകട്ടെ. വഫിൽ അർളി ഖിതഉം മുതജാവിറാതും വജന്നാതും മിൻ അഅനാബ് وزرع ونخيل سنوان وغير سنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يؤمنون. അല്ലാഹു പറയുന്നു, വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്ത്. ഭൂമിയിൽ അല്ലാഹു വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ നമ്മൾ കുഴിച്ചു നോക്കിയാൽ പൂഴിയാണ്, മറ്റു സ്ഥലത്ത് തൊട്ടടുത്ത് നമ്മൾ കുഴിച്ചാൽ പാറയാണ്, വേറെ സ്ഥലത്ത് ചെങ്കല്ലാണ്, വേറെ സ്ഥലത്ത് ചെളിമണ്ണാണ്. വഫിൽ അർളി ഖിതഉം മുതജാവിറാത്തുൻ. തൊട്ടടുത്ത് പല ഖണ്ഡങ്ങളായി, പല രൂപഭാവങ്ങളിലായി അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. ഭൂമിയെ ആ തരത്തിൽ പടുത്തുയർത്തിയവൻ ആരാണ്? വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ. മാത്രമല്ല വജന്നാതും മിൻ അനാബിൻ വസർഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ യുസ്ഖാ ബിമാഇൻ വാഹിദ്. നിങ്ങൾക്ക് പരിചിതമായ നിലയിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ധാന്യങ്ങളുടെ വിളകളുണ്ട്, തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുക. മുന്തിരി വള്ളികൾ, അതിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരി കൊലകൾ, ഇതിന് രുചി പകരുന്നവൻ ആരാണ്? ഇതിന് ആസ്വാദനത്തിന്റെ ടേസ്റ്റ് പകരുന്നവൻ ആരാണ്? ഈത്തപ്പനയുടെ ഉള്ളിൽ അല്ലാഹു മുളപ്പിക്കുകയും അതിനെ കായ്ച്ച് പാകമാകുമ്പോൾ പഴുപ്പിച്ചിട്ട് ഭക്ഷണമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ആസ്വാദനം ലഭിക്കുന്നു, ആരോഗ്യം ലഭിക്കുന്നു, നിങ്ങളുടെ ആഹാരം പോലെയുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു. ഇതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണ്? ഒരു ചെടിയിൽ നിന്നും, ഒരു മരത്തിൽ നിന്നും, ഒരു മുളയിൽ നിന്നും നിങ്ങളുടെ ആവശ്യത്തെ പൂർത്തീകരിച്ചു തരാൻ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ചോൻ പറയുന്ന ഒരു രസകരമായ ഖുദ്റത്ത്, ഒരു തോട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടുവച്ചിരിക്കുന്നു. അതിനൊക്കെ നിങ്ങൾ ഒരേ വെള്ളമാണ് ഒഴിക്കുന്നത്, ചിലപ്പോൾ ഒരേ വളവുമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരേ വെള്ളവും ഒരേ വളവും ചെയ്യുന്ന, അത് ഏറ്റുവാങ്ങുന്ന, അത് സ്വീകരിക്കുന്ന വൃക്ഷങ്ങൾ,
ആ വളവും വെള്ളവും സ്വീകരിച്ചുകൊണ്ട് അതിൽ കായ്കനികൾ മുളയ്ക്കുമ്പോൾ അതിന്റെ കായ്കനികൾ വ്യത്യസ്തമാകുന്നു.